ഉറപ്പായും 20 വർഷം എന്ന് പറയുന്നത് ഈ പ്രതികൾക്ക് മേൽ ചുമത്തപ്പെട്ട വകുപ്പുകൾക്ക് ആനുപാതികമായ ശിക്ഷാവിധി അല്ല. ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഈ പൾസർ സുനിക്കെങ്കിലും 1-ാം പ്രതിക്കെങ്കിലും അതിൽ പറയുന്ന പരമാവധി ശിക്ഷ കിട്ടുമെന്ന് പ്രോസിക്യൂഷൻ ആഗ്രഹിച്ചതുമാണ്. അതിലുള്ള നിരാശ സ്വാഭാവികമാണ്. വിജയകുമാർ, അതിൽ പ്രോസിക്യൂട്ടറുടെ വാക്കുകളിൽ ഉണ്ട് അതിലെ അതൃപ്തിയും അമർഷവും. അത് ഒരുപക്ഷെ ഒരു കോടതി മുറിക്ക് പുറത്തിറങ്ങി പറയാവുന്ന ഏറ്റവും മാന്യമായ ഭാഷയിൽ അഡ്വക്കേറ്റ് അജയകുമാർ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൽ അങ്ങേയറ്റം നിരാശയുണ്ട്. അതിന് നിയമപരമായ പോംവഴി എന്താണോ അത് തേടും എന്നതാണ്. ഉചിതമായ ഫോറങ്ങളിൽ അവതരിപ്പിക്കുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇക്കാര്യത്തിൽ ഒരു ജുഡീഷ്യൽ ഓർഡറാണ്. അതിനെ അതേ നിലയിൽ ഒരു ജുഡീഷ്യൽ ഓർഡർ കൊണ്ട് മാത്രമേ ആ ഉത്തരവിനെ മറികടന്ന് മറ്റൊരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയൂ. അപ്പീൽ നൽകുക എന്നതായിരിക്കും പ്രോസിക്യൂഷൻ ആദ്യം ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും പരമപ്രധാനപ്പെട്ടതുമായ കാര്യം. കാരണം ഇതിൽ 1-ാം പ്രതി ഉൾപ്പെടെ മുഴുവൻ പേർക്കെതിരെയും ഈ പറയുന്ന ജീവപര്യന്തം തടവ് ലഭിക്കാവുന്ന കുറ്റം സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അവരുടെ മറ്റു ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ കണക്കിലെടുത്ത്, ഈ പ്രതികളുടെ പ്രായമൊക്കെ കണക്കിലെടുത്ത്, കുടുംബ പശ്ചാത്തലമൊക്കെ കണക്കിലെടുത്ത് അതിൽ ഈ 20 വർഷം എന്നത് ഈ കൂട്ടബലാത്സംഗത്തിന് കൊടുക്കാവുന്ന ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് വെച്ചാൽ അതിലെ ആ വകുപ്പ് പ്രകാരമുള്ള ആദ്യത്തെ പടി 20 മുതൽ മുകളിലേക്ക്. അപ്പോൾ ആ 20-ൽ അവസാനിപ്പിച്ചതിലുള്ള അതൃപ്തിയാണ് കോടതിക്ക് പുറത്ത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സൂചിപ്പിച്ചത്. കോടതി അതിന് മറ്റു ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ 1-ാം പ്രതിയുടെ കാര്യത്തിൽ 1-ാം പ്രതി പൾസർ സുനി 7.5 വർഷം വിചാരണ തടവുകാരനായി. ഇനി 12.5 വർഷം ബാക്കിയുള്ളൂ, അയാൾക്ക് ശിക്ഷ അനുഭവിച്ചാൽ മതി. 2-ാം പ്രതി മാർട്ടിന് ഇനി 13.5 വർഷം തടവിൽ കഴിയേണ്ടി വരും. ബാക്കിയുള്ള 4 പ്രതികൾക്ക് 15 വർഷം അതിൽ കൂടുതലും തടവിൽ കഴിയേണ്ടി വരും. അപ്പോൾ ഈ പൾസർ സുനി ഏതാണ്ട് ഒരു 7.5 വർഷം കഴിഞ്ഞാൽ പുറത്തു വരും എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ഇതുവരെ ഇപ്പോഴത്തെ വിധി അനുസരിച്ച് മനസ്സിലാക്കേണ്ടത്. അയാൾക്ക് അത്രയും ഇനി ജയിലിൽ കിടന്നാൽ അല്ലെങ്കിൽ കഠിന തടവ് അനുഭവിച്ചാൽ മതി. മറ്റുള്ള പ്രതികളുടെ കാര്യത്തിലും വലിയ 15-13 വർഷമൊക്കെ കഴിഞ്ഞാൽ മതി. മറ്റുള്ളവർക്കും വിചാരണ തടവ് കൂടി ഇതിൽ കണക്കിലെടുക്കുന്നുണ്ട്. സ്പെഷ്യൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷൻ ഈ കേസിൽ യഥാർത്ഥത്തിൽ വിജയിച്ചിട്ടുണ്ട്. കാരണം ഇതിലെ ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും അവർക്കുമേൽ പ്രോസിക്യൂഷൻ ചുമത്തി ഏതെങ്കിലും ഒരു ചാർജ് റദ്ദാക്കപ്പെടുകയോ അസാധുവാക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അത് മുഴുവൻ നിലനിൽക്കുമ്പോഴും അത് മുഴുവൻ ശരിവെക്കുമ്പോഴും അതിൽ കൊടുത്തിരിക്കുന്ന ശിക്ഷ ആ വകുപ്പിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായി പ്രോസിക്യൂഷൻ കാണുന്നത്. സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന ശിക്ഷാവിധി എന്നാണ് പ്രോസിക്യൂട്ടറുടെ പ്രതികരണം. സമൂഹത്തിന് വേണ്ടിയാണോ വിധി പറയേണ്ടത് എന്ന് രാവിലെ ഈ കേസ് പരിഗണിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.